റോമിയോ ജൂലിയറ്റ്. രചന സന്ധ്യദാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്റെ ശിവനെ, ഞാൻ സത്തേ. ഡേവിഡ് പൂജയും തേജുവിനെയും മാറി മാറി നോക്കി. അവന്റെ മുഖം ദേഷ്യം വന്ന് ചുവന്നു. വാട്ട് നോൺസെൻസ് ആർ യു ഡൂയിങ്? പൂജയുടെ വീഴ്ച കണ്ട് ചുറ്റുമുള്ളവരൊക്കെ നിന്ന് ചിരിക്കാൻ തുടങ്ങി. സോറി സർ, തേജു എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. പൂജ അപ്പോഴും താഴ്ന്ന് എണീക്കാൻ പറ്റാതെ കിടക്കുവാണ്. ഈ മനുഷ്യനെന്തെങ്കിലും നോക്കി നിൽക്കുന്നേ, ഒന്ന് കൈ തന്ന് സഹായിച്ചുകൂടെ? ചെയ്യേണ്ടതും ചെയ്തിട്ട് സോറി, നോ, ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്. സാറു വല്ലാതെ ദേഷ്യപ്പെടുന്ന കണ്ടതും പൂജ മെല്ലിയൊന്ന് എണീക്കാൻ ശ്രമിച്ചു. ഡേവിഡ് പെട്ടെന്ന് അവൾക്ക് നേരെ കൈ നീട്ടി. അവൾ തന്റെ കൈ അവന് കൊടുക്കാൻ പോയതും അവൻ താഴെ വീണ അവന്റെ മൊബൈൽ എടുത്തുകൊണ്ട് രണ്ടുപേരെയും രൂക്ഷമായി നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയി. കൈ നീട്ടുന്ന കണ്ടപ്പോൾ കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടാവുമെന്ന് കരുതി. അവൻ പോണം നോക്കി പൂജ പറഞ്ഞു. തേജു അപ്പോഴും നടന്ന സംഭവങ്ങൾക്ക് ഓർത്ത് വടി വിഴിഞ്ഞ പോലെ നിൽക്കുകയാണ്. ഡി നോക്കി നിൽക്കാതെ എന്നെ ഒന്ന് പിടിക്കടി ശവമേ. പൂജയുടെ അലർച്ച കേട്ടപ്പോഴാണ് അവൾ ഓടി വന്ന് അവളെ പിടിച്ചെണീപ്പിച്ചത്. എന്തൊരു മനുഷ്യനാടി അയാള്! വീണ് കിടന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ പോലും മനസ്സ് കാണിച്ചില്ല, ദുഷ്ടൻ. ആ ഹർഷേട്ടന്റെ ഫ്രണ്ടല്ലേ, അപ്പൊ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. ഇയാൾ പറയുന്ന കേട്ടാ തോന്നും നമ്മൾ ചെയ്യുന്നൊക്കെ തെറ്റ്, ഇയാൾ ചെയ്യുന്നൊക്കെ ശരിയെന്ന്. വരട്ടെ, നമുക്കൊരു ചാൻസ് കിട്ടാതിരിക്കില്ലല്ലോ. ഡേവിഡ് ഭക്ഷണം കഴിച്ച് കയ്യും കഴുകി വാഷ്റൂമിന്റെ വെളിയിലേക്ക് വന്നതും ഇന്ദ്രൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഇച്ചായ, ഇത് വല്ലാതെ സർപ്രൈസ് ആയി പോയല്ലോ. എന്ത് ചെയ്യാനാണ്, എന്റെ അച്ഛന്റെ കണ്ടീഷന്റെ മുന്നിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അല്ല, എന്നിട്ട് എപ്പോ ഒന്ന് ജോയിൻ ചെയ്തു? 2 ദിവസമായി. നിന്റെ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? ആ, ഇപ്പൊ ഫൈനൽ ഇയർ അല്ലേ, അപ്പൊ കുറച്ച് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു. എന്റെ പൊന്നു മോനെ, എൻജോയ് ചെയ്ത് അവസാനം എന്റെ അവസ്ഥ നിനക്കും വരില്ലേ? നിങ്ങൾ കരുതുന്നത് ശരിയാണ്. നമ്മുടെ ഇന്ദ്രന്റെയും ഹർഷന്റെയും ഒക്കെ സീനിയറാണ് ഡേവിഡ്. അവർ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഡേവിഡ് ഫൈനൽ ഇയർ ആയിരുന്നു. പുള്ളിക്കാരൻ നെറ്റ് LS എക്സാം എഴുതി ക്ലിയർ ചെയ്ത് ഹാർഡ്വെയർ മെഡിക്കൽ സ്കൂളിൽ ലെക്ചർ പോസ്റ്റ് കിട്ടി. പക്ഷേ വിസ ശരിയാവാത്തതുകൊണ്ട് അവനിപ്പോൾ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആള് കുറച്ച് തല്ലിപ്പൊളിയാണെങ്കിലും ടീച്ചിങ്ങിനോട് വല്ലാത്ത പാഷനാട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫാദർ ഹെൻറി അവൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആക്കിയത്. അതും വെറും ട്രാൻസ്ഫർ അല്ല, ഡേവിഡിന്റെ അച്ഛന് പ്രിൻസിയെ നന്നായിട്ട് അറിയാം. അവന്റെ വെടക്ക് സ്വഭാവം നന്നാവാൻ വേണ്ടി ഫാദറിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഒരാഴ്ച ഫാദറിന്റെ കൂടെ കോളേജ് ക്വാർട്ടേഴ്സിൽ തന്നെ താമസിച്ചു. ആദ്യമൊക്കെ ഈ ഗസ്റ്റ് ലെക്ചർ പോസ്റ്റ് അവൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അച്ഛനും പ്രിൻസിയും അവൻ ഒരുപാട് ഉപദേശിച്ചു. അങ്ങനെ ഉപദേശം കേട്ട് സ്പീക്കർ ഔട്ടായ സമയത്തായിരുന്നു കോളേജിൽ പിള്ളേർ വെള്ളടിക്കുന്നുള്ള വാർത്ത അറിഞ്ഞത്. അപ്പൊ തന്നെ ഉപദേശം നിർത്തി ഫാദറും ഡേവിഡും കൂടി അന്ന് രാത്രി കോളേജിൽ പിള്ളേരെ പൊക്കാൻ വേണ്ടി കയറി. അന്നായിരുന്നു അവൻ കിളിപോയ പോലെ നിൽക്കുന്ന പൂജയെ കണ്ടത് രക്ഷിച്ചത്. പിന്നെ കുറച്ചു ദിവസം കോളേജിൽ ചുറ്റിപ്പറ്റി നടന്ന് അവളെ ലൈനടിച്ചു. എന്നാൽ ഒരിക്കൽ പോലും അവൻ വിചാരിച്ചില്ല അവളുടെ മുന്നിൽ തന്നെ താനൊരു അധ്യാപകനായി വരുമെന്ന്. പക്ഷെ പൂർണ്ണമായി പ്രേമെന്നൊന്നും പറയാനായിട്ടില്ല. പക്ഷെ അവളെ കണ്ടപ്പോൾ മുതൽ മനസ്സിൽ ചെറിയൊരു വിങ്ങല്. എന്നാൽ പോലും ദേഷ്യം വന്നാൽ പിന്നെ ഒന്നും നോക്കില്ല, എല്ലാം അങ്ങോട്ട് മറക്കും. അതാരായാലും. അപ്പൊ പിന്നെ പൂജയുടെ കാര്യം പറയണ്ടല്ലോ. ഒരിക്കൽ ഹർഷന്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ നിൽക്കുമ്പോഴായിരുന്നു തേജു അവനെ കണ്ടത്. അന്ന് സുവർണയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയതും അവന്റെ കാറിലായിരുന്നു. അല്ല ചായ, നിങ്ങൾ എപ്പോഴാണ് US പോകുന്നേ? ഭരത് ചോദിച്ചു. വിസ ശരിയായ ഉടനെ പോണം. അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ഭരത്തും മിൻസനും ഗോപിയും ഗണേഷും സന്ദീപൊക്കെ വന്നു. പിന്നെ ഒരേ കെട്ടിപ്പിടുത്തവും ചളിയടിക്കലൊക്കെയായി കുറെ നേരം അങ്ങനെ ചെലവഴിച്ചു. അണ്ണാ, എന്നാലും നിങ്ങൾ വല്ലാതെ മിസ് ചെയ്യുന്നു കേട്ടോ, ഗണേഷ് പറഞ്ഞു. അതേ ചായ, നിങ്ങളുടെ സമയത്ത് കോളേജ് മുഴുവൻ നിങ്ങളുടെ കൺട്രോളിലായിരുന്നു. അന്ന് ഡേവിഡ് ചായന്റെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഓരോരോ ഗ്യാങ്ങായി മാറി. ഇന്ദ്രൻ ഒരു ഗ്യാങ്, ഹർഷം മറ്റൊരു ഗ്യാങ്. സന്ദീപ് ഇന്ദ്രൻ നോക്കി ഒരു വളിഞ്ഞ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താടാ ഇന്ദ്ര, നിങ്ങളുടെ വഴക്കിനെയും തീർന്നില്ലേ? എന്നാ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവുക? ആ, എല്ലാം ശരിയായാൽ മതി. ഇത് കേട്ട് ഒരിക്കലും നടക്കാത്ത കാര്യം ആലോചിച്ച് എല്ലാവരും കൂടി ചിരിച്ചു. പിന്നെ കുറെ നേരം അതിനെക്കുറിച്ച് സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ തനുവിന് വല്ലാത്ത വയറുവേദന ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നല്ല തലകറക്കവും. അതും പോരാതെ കാലും കൈയുമൊക്കെ കുഴയുന്ന പോലെ തോന്നി. നേരത്തെ വന്നുകൊണ്ട് തന്നെ അവളുടെ കൂടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ശോ, ഇന്ന് വരണ്ടായിരുന്നു. ഇന്ന് എങ്ങനെ പ്രോഗ്രാം ചെയ്യും? അവൾ വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് റേഡിയോ റൂമിൻ്റെ ഉള്ളിൽ ടേബിളിൽ തലവെച്ച് കിടന്നു. സംസാരിക്കാനുള്ള ആരോഗ്യം പോലും അവൾക്കുണ്ടായിരുന്നില്ല. അപ്പോഴായിരുന്നു ഇന്ദ്രൻ വന്നത്. എന്താ തനു ഇത്ര നേരമായിട്ട് പ്രോഗ്രാം തുടങ്ങാത്തേ? അവന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിയെണീറ്റു. അയ്യോ, എന്താ നിനക്ക് പറ്റിയത്? എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ഹോസ്പിറ്റലിൽ പോണോ? ഒന്നുമില്ല ഇന്ദ്രേട്ടാ, വേണ്ട. ഈശ്വര, ഇയാളോട് ഞാനിതെങ്ങനെ പറയും? അവളത് പറയുമ്പോൾ പോലും അവളുടെ മുഖത്തെ ക്ഷീണം അവൻ കണ്ടു. ശബ്ദമൊക്കെ വല്ലാതെ മാറിയിരിക്കുന്നു. ഒരുപാട് ക്ഷീണം തോന്നുന്നുണ്ടോ? അവൻ വേഗം പോയി സുമയെ വിളിച്ചുകൊണ്ട് വന്നു. സുമ, ഇന്ന് രാവിലെ നീ ചെയ്യേ, തനുവിന് തീരെ വയ്യാത്ത പോലെ ഉണ്ട്. ആ, ഇറ്റ്സ് ഓക്കേടാ, അവൾ റെസ്റ്റ് എടുത്തോട്ടെ, ഞാൻ ചെയ്തോളാം. അതും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. അവർ രണ്ടുപേരും പുറത്തേക്ക് വന്നു. അവൾക്കാണെങ്കിലോ നടക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല.
അവളൊന്നും പറയാതെ അവിടെയുള്ള സോഫയിൽ ചാരി കണ്ണടച്ചിരുന്നു. അവനൊന്നും ചോദിക്കാൻ നിൽക്കാതെ പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ഇന്ദ്രന്റെ വിളി കേട്ടപ്പോഴായിരുന്നു അവൾ കണ്ണു തുറന്ന് നോക്കിയത്. ദേ നിൽക്കുന്നു, കയ്യിൽ 2 വലിയ ഡയറി മിൽക്കുണ്ട്. നാ കഴിച്ചോ, അവനൊരു ചെറിയ ചിരിയോടെ പറഞ്ഞു. അവൾക്ക് ചെറിയൊരു ചമ്മല് തോന്നി. അത് വാങ്ങണോ വേണ്ടോ എന്ന് ഒരു നിമിഷം ആലോചിച്ചിരുന്നു. പിടിക്കടി, അവൻ അത് പറഞ്ഞ് അവളുടെ അടുത്ത് വന്നിരുന്നു. അത് കേട്ടപ്പോൾ പിന്നെ വാങ്ങാതിരിക്കാൻ തോന്നിയില്ല. എൻ്റെ അനിയത്തി ഇങ്ങനെയാ, അവൾക്കിതില്ലാതെ പറ്റില്ല. അന്ന് ദിവസം മുഴുവൻ ആ വീട്ടിലെ വേലക്കാരൻ ഞാനായിരിക്കും. അത് കേട്ട് അവൾക്ക് ചിരി വന്നെങ്കിലും ചിരിക്കാനുള്ള ആരോഗ്യം പോലുമില്ല. അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് തലയാട്ടി. അല്ല, എന്തുണ്ടല്ലോ, മര്യാദക്ക് പറഞ്ഞോ. ഇന്ദ്രേട്ടന് അനിയത്തി വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഒത്തിരി. ഇവിടെ ഹോസ്റ്റലിൽ വന്ന പിന്നെ അവളുടെ കുറുമ്പും ആ പാരവയ്ക്കലൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 6-7 മാസമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കോളേജ് കഴിയല്ലോ. അത് കേട്ടതും തനുവിൻ്റെ മുഖം വാടിയത് ഇന്ദ്രൻ ശ്രദ്ധിച്ചു. അവൻ്റെ കൂടെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ അവളുടെ വയറുവേദന പോലും അവൾ മറന്നു. തനു, ഞാനൊന്ന് ചോദിച്ചാൽ നീ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആദ്യം ഇന്ദ്രേട്ടൻ ചോദിക്കുക, എന്നിട്ട് തെറ്റിദ്ധരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. നിന്റെ മനസ്സിൽ ആരോ ഇല്ല? ഐ തിങ്ക് യു ലവ് സമ്മൺ സീക്രട്ട്ലി. അത് കേട്ടതും തനുന്ന് ഞെട്ടി. എന്തൊക്കെയാ മാഷി നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് പ്രേമത്തിലൊട്ടും വിശ്വാസമില്ല. അവളൊരു പുച്ഛഭാവത്തോടെ പറഞ്ഞു. എല്ലാ പെൺപിള്ളേരും ആദ്യം പറയുന്ന വാക്കിതാ, എന്നിട്ട് അവർ തന്നെ ആദ്യം ചാടിക്കയറി പ്രേമിക്കും. ഓ പിന്നെ, അത് കേട്ടെൻ്റെ തോന്നല. മറ്റുള്ള പെൺപിള്ളേർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനിങ്ങനെയാ. അത് കേട്ട് അവൻ ചിരിച്ചു. അല്ല, ഏട്ടൻ്റെ പുറകെ പെൺപിള്ളേർ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിലൊരുത്തിയോടെങ്കിലും ഇഷ്ടം തോന്നി കാണില്ലേ? ഓഫ് കോഴ്സ് തോന്നിയിട്ടുണ്ട്. വിചാരിച്ചു. അല്ലെങ്കിൽ ഇയാളൊന്നും നമ്മളെ പോലെ അല്ലല്ലോ, ഒന്നേ ഒന്ന് കണ്ണേ കണ്ണെന്നും പറഞ്ഞിരിക്കാൻ. എന്നിട്ട് ആരാ പെണ്ണ്? നമ്മുടെ കോളേജിലാണോ? അല്ല. പിന്നെ? അറിയില്ല. അറിയില്ലെന്നോ? അതെന്താ? ഇതൊക്കെയല്ലേ അന്വേഷിക്കേണ്ടത്? അത് നീ തന്നെയാണല്ലോ പെണ്ണെ. എന്താ ഇന്ദ്രേട്ട ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് ആ കുട്ടിയെക്കുറിച്ച് ആലോചിച്ചതാ. നിങ്ങൾ പോയി പറഞ്ഞോ ഇഷ്ടമാണെന്ന്? ഇല്ല. ഇന്ദ്രൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ പറഞ്ഞു. എനിക്ക് എങ്ങനെയാ പറയേണ്ടതെന്ന് സത്യമായിട്ടും അറിയില്ല. അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണോ? അതും അറിയില്ല. ഷേടാ, ഇത് വലിയ കഷ്ടമായി പോയല്ലോ. താനും അവൻ്റെ മുമ്പിൽ ചിരിച്ചു കാണിക്കുകയാണെങ്കിൽ പോലും ഉള്ളിൽ അവൾ കരയുകയായിരുന്നു. എന്തോ ആ പെൺകുട്ടിയോട് അവൾക്ക് വല്ലാത്ത അസൂയ തോന്നി. അല്ല തനു, നീ തന്നെ പറ, ഈ പെൺകുട്ടികളോട് എങ്ങനെ പ്രപ്പോസ് ചെയ്താലാ അവർക്ക് ഇഷ്ടാവുക? ഏട്ടൻ്റെ വൺ സൈഡിൽ ലവ് ആയതുകൊണ്ട് അധികം ഡയലോഗ് അടിച്ച് കൊളാക്കാൻ നിൽക്കണ്ട. വെറുതെ ഒരു 4 വരി പറഞ്ഞാൽ മതി. പക്ഷേ അതിലവൾ വീഴണം. എങ്ങനെ വീഴാനാ? ഇന്ദ്രേട്ടെന്ന് വിചാരിക്കുക. ഞാൻ വരുന്നു, അവളുടെ പേര് വിളിക്കുന്നു, അവൾ തിരിഞ്ഞു വെക്കുന്നു, ഞാൻ പറയുന്നു. ഇന്ദ്രൻ അവൾ പറയുന്ന കേട്ട് ചിരിയടക്കിക്കൊണ്ടിരുന്നു. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് പറയാതിരിക്കാനും പറ്റുന്നില്ല. ഐ തിങ്ക് ഐ എം ഇൻ ലവ് വിത്ത് യു. എനിക്കറിയാം നിനക്കെന്നെ അത്ര പെട്ടെന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. എന്നെ തിരിച്ച് ഇഷ്ടപ്പെടുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ സ്നേഹം നീ മനസ്സിലാക്കിയാൽ മതി. കുറച്ചൊക്കെ വാരണമായൊരു സിനിമയിലെ ഡയലോഗ് കടമെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞതും ഇന്ദ്രൻ അവളെ കണ്ണെടുക്കാൻ നോക്കിക്കൊണ്ടിരുന്നു. അവളിപ്പോൾ പറഞ്ഞത് മനസ്സ് തുറന്ന് പറഞ്ഞ പോലെ തോന്നി അവന്. അവൾ പറഞ്ഞ ഓരോ വാക്കും അവൻ്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങി. ഇപ്പം തന്നെ ചാടിക്കറി ഇഷ്ടം പറഞ്ഞാലോ എന്ന് വരെ തോന്നി. പക്ഷേ പ്ലാൻ ചെയ്ത് വെച്ച് കുളമാക്കണമെന്ന് കരുതി അവൻ മിണ്ടാതിരുന്നു. ഹലോ ഇന്ദ്രേട്ടാ, എന്തെങ്കിലും ആലോചിക്കുന്നേ? അവൻ്റെ കൺമുന്നിലൂടെ കൈയാട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. ഏയ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ പറയാല്ലേ? ഇങ്ങനെ പറഞ്ഞാൽ ഉറപ്പായ പെണ്ണ് വീഴും, ഞാൻ ഗ്യാരണ്ടി. നോക്കാം. ഒരുപക്ഷെ ആ പെണ്ണ് യെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ട്രീറ്റ് തരും? നീ ചോദിക്കുന്ന എന്തും തരും. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ ഇനി വരാൻ പോണ കോളേജ് ഡേ ഫംഗ്ഷന് എനിക്ക് ഏട്ടൻ്റെ കൂടെ നിന്ന് ഡ്യുവറ്റ് പാടണം. എൻ്റെ പൊന്നെ, ഇത് ഞാൻ എങ്ങനെ നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും എൻ്റെ മനസ്സ് ദൈവം കണ്ടല്ലോ. അതിനെന്താ, ചെയ്യാലോ. പ്രോമിസ്? പ്രോമിസ്. അന്ന് രാവിലത്തെ പീരീഡ് ഡേവിൻ്റേതായിരുന്നു. കഷ്ടകാലത്തിന് പൂജ അന്ന് അവൻ്റെ സബ്ജക്റ്റ് ബുക്ക് എടുത്തുകൊണ്ട് വന്നില്ല. അതിൻ്റെ ഗൈഡ് ലൈബ്രറിയിൽ പോയി തപ്പിപ്പിടിച്ചെടുത്തുകൊണ്ട് വരുമ്പോഴേക്കും സമയം ഒരുപാടായി. അപ്പോഴേക്കും ക്ലാസ് പകുതിയും തീർന്നു. മെയ് കമിങ് സർ? ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പൂജ വന്നു. ഒരു ഫ്ലോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പൂജയുടെ വിളി കേട്ടതോടെ അവന് നല്ല ദേഷ്യം വന്നു. ഇത്രയും നേരം എവിടെയായിരുന്നു? അവൻ പതിവ് പോലെ അലറി വിളിച്ചു. പക്ഷേ ഇത്തവണ അവൾ പേടിച്ചില്ല. സർ, ബുക്ക് എടുക്കാൻ പോയതാണ്. അതെന്താ, താൻ ബുക്ക് കൊണ്ടുവന്നിട്ടില്ലേ? ഇല്ല. അവിടെ അഹങ്കാരത്തോടുള്ള പറച്ചിൽ കേട്ട് അവന് വീണ്ടും ദേഷ്യം വന്നു. പിന്നെ എന്തിനാണോ താനൊക്കെ കോളേജിൽ വരുന്നത്? നോൺസെൻസ്. ഓ, ഇയാൾക്ക് ഇംഗ്ലീഷിൽ ഈ നോൺസെൻസ് എന്ന തെറി മാത്രമേ അറിയുള്ളൂ എന്ന് തോന്നുന്നു. പാവം, ഇതിലും വലിയ തെറിയൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ആ മാഷേ. അവിടെ നിൽപ്പ് കണ്ട് ക്ലാസ്സിലെ പിള്ളേരൊക്കെ ചിരിക്കാൻ തുടങ്ങി. വന്ന് കയറാൻ നോക്ക്,
രാവിലെ തന്നെ വന്നോളൂ, ഓരോന്നും കുറ്റിയും പറിച്ച്. അവൾ തിരിച്ചൊന്നും പറയാൻ നിന്നില്ല. നിഷ്കു അഭിനയിച്ചുകൊണ്ട് ക്ലാസ്സിൽ കയറി. കുറെ നേരം എന്തൊക്കെയോ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടിരുന്നു. പൂജ ഇടയിൽ കയറി വന്നുകൊണ്ട് ഒന്നുമേ മനസ്സിലായില്ല. അപ്പോൾ സ്റ്റുഡൻസ്, ഞാൻ പറഞ്ഞു വന്നത്, നാളെ ഞാൻ നിങ്ങൾക്കൊരു എക്സാം വയ്ക്കും. ബിനീഷ് സാർ പഠിപ്പിച്ചെന്ന് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. പിന്നെ നാളെ പഠിക്കാതെ വന്ന് കോപ്പി അടിച്ച് ജയിക്കാമെന്നുള്ള ധാരണ കൊണ്ട് ആരും വരണ്ട. എൻ്റെ ക്ലാസ്സിൽ ഞാൻ ആരെയും കോപ്പി അടിക്കാൻ വിടില്ല. എൻ്റെ കണ്ണ് വെട്ടിച്ച് കോപ്പി അടിക്കാൻ ശ്രമിച്ചാ പിന്നെ അതിൻ്റെ പണിഷ്മെന്റ് അത് വേറെ ആയിരിക്കും. സോ ബി കെയർഫുൾ. അതും പറഞ്ഞ് അവൻ വെളിയിൽ പോയി. എന്തൊരു സാധനമാണ് ഇത്! വന്ന് 2 ദിവസമായിട്ടില്ല, അപ്പോഴേക്ക് എക്സാം. കാലമാടൻ. ഇയാൾ ഹർഷേട്ടൻ്റെ വകയിലെ ഏട്ടം വല്ലതും ആണോ? രണ്ടിൻ്റെ ഒരുപോലത്തെ സ്വഭാവം. തേജ് പറഞ്ഞു. എടി, ഇനി പറഞ്ഞിരിക്കാൻ സമയമില്ല. നാളത്തെ എക്സാമിന് ഒരു കാരണവശാലും മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ഇയാളുടെ മുന്നിൽ നമ്മൾ നാണം കെടാൻ പാടില്ല. ഒന്നാമത് നമ്മൾ 3 പേരെ ഇയാൾ നന്നായിട്ട് നോക്കി വെച്ചിട്ടുണ്ട്. സോ കോപ്പിയിട്ട് നല്ല വെൽ പ്ലാൻഡ് ആയിരിക്കണം. പൂജ എല്ലാവരുടെയും പറഞ്ഞു. അതിനുശേഷം അവർ കുറേ പ്ലാനൊക്കെ ചെയ്ത് തംസപ്പ് കാണിച്ചു. അന്ന് വൈകുന്നേരം തേജു പ്രാക്ടീസ് എന്ന് പറഞ്ഞിരുന്ന് നേരെ ലൈബ്രറിയിലേക്ക് പോയി. ആദ്യമായി അവിടുത്തെ ഗൈഡ് പഠിക്കാൻ വേണ്ടി എടുത്തു. അവരുടെ പ്ലാൻ അനുസരിച്ച് ഓരോ ലെസൺസും ഓരോ ആൾക്കാരെ പഠിക്കാമെന്നായിരുന്നു പറഞ്ഞു വെച്ചത്. നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ. തേജു ആണെങ്കിൽ നോട്ട്സ് എഴുതിയിരിക്കുന്ന ശീലം പണ്ടേ ഇല്ലാത്തതുകൊണ്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ എഴുതുന്ന തിരക്കിലാണ്. അപ്പോഴാണ് അവിടെ കുറച്ചപ്പുറത്തായി 3rd ഇയേഴ്സിലെ 2-3 ചേച്ചിമാർ സംസാരിക്കുന്നത് അവൾ ശ്രദ്ധിച്ച്. ഇതാ ഞാൻ പറഞ്ഞ പെണ്ണ്. ആര്? അന്ന് ഹർഷേട്ടൻ്റെ കൂടെ ഒറ്റയ്ക്ക് സംസാരിച്ച ആ പെണ്ണോ? ആ അതേടി. 2 പേരും മുടിഞ്ഞ പ്രേമെന്നാ പറഞ്ഞിട്ട്. വെറുതെ അല്ല ഹർഷേട്ട ഇത്ര കാലമായിട്ട് ഒരു പെണ്ണിനെ പുറകെ നടക്കാത്തേ. എന്നാലും നമ്മളൊക്കെ എത്ര ശ്രമിച്ചതാടി. നമ്മൾക്കില്ലാത്ത എന്താ അവൾക്കുള്ളത്? ഇതുവരെ അയാൾ ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇവള് വന്നേ പിന്നെ ഫുൾ ടൈം ഇവളുടെ കൂടെയാ. ആ ഇവള് പറഞ്ഞു ശരിയാടി. അന്നൊരു ഹർഷേട്ടൻ്റെ കൂടെ ബൈക്കിൽ വരുന്നത് ഞാനും കണ്ടതാ. ഹോ, ഇവളുടെയൊക്കെ ഒരു ഭാഗ്യം. ഹീ സോ ഹാൻസം. ആ മസിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഉഫ്. മതി മതി, അവനെ ഒന്നും നമുക്ക് വിധിച്ചിട്ടില്ല. ഇതൊക്കെ ആയിട്ട് അവൾക്ക് ചിരിക്കണോ അതോ കരയണമെന്നറിയാതെ ഇരിക്കുകയാണ്. എന്നാലും കോളേജിൽ ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു ഗോസിപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് എനിക്കിതുവരെ അറിഞ്ഞില്ലല്ലോ. ആ ഹിറ്റ്ലർ എന്തുകൊണ്ട് എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല? ദുഷ്ടൻ. ഹായ് ബേബി. ഇതെവിടുന്ന ഇങ്ങനൊരു അപശബ്ദം? അവൾ ചുറ്റും നോക്കി. പെട്ടെന്ന് ശരവണൻ അവളുടെ നേർക്കുള്ള ചെയറിൽ വന്നിരുന്നു. ഹായ് ഏട്ടാ, അവളൊരു താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. എന്താ തേച്ചു ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ? ഒന്നുമില്ലേട്ടാ, കുറച്ച് എഴുതാനുണ്ടായിരുന്നു, അതാ. എന്നിട്ട് കഴിഞ്ഞോ? ആ കഴിഞ്ഞു. അവൾക്കെന്തോ അവനെ നോട്ടവും സംസാരവും അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. പോരാത്തതിന് അവിടെ അധികം ആരുമില്ലാത്ത കാരണം അവൾ ബുക്ക് മടക്കി ബാഗിലാക്കി വെളിയിലേക്ക് വന്നു. ശരവണൻ അവളുടെ പിന്നാലെ പോയി. ഏയ് തേജു, 1 മിനിറ്റ്. അവൻ്റെ ആ തേജു എന്നുള്ള വിളി പോലും അവൾക്ക് തീരെ പിടിച്ചില്ല. അവൾ തിരിഞ്ഞു നോക്കി. അവൻ വേഗം അവളുടെ അടുത്തേക്ക് ഓടി വന്നു. തേജു, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം. എന്ത് കാര്യം? നിനക്ക് ഓർമ്മയില്ലേ? ഇല്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം. ഇതെപ്പോ പറഞ്ഞു? ഇയാൾക്ക് എന്താ വട്ടാണോ? പറ തേജു, നിനക്കെന്നെ ഇഷ്ടമല്ലേ? അയ്യോ ഏട്ടാ, പ്രേമിക്കാനൊന്നും എന്നെ കിട്ടിയില്ല. അതും പറഞ്ഞ് അവൾ നടക്കാൻ തുടങ്ങി. അതെന്താ, നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണോ അതോ എന്നെ ഇഷ്ടപ്പെടാനിട്ടാണോ? അവനും പിന്മാറാൻ തയ്യാറായില്ല. അയ്യോ ഏട്ടാ, അങ്ങനെയൊന്നുമില്ല, എനിക്ക് താല്പര്യമില്ല, അത്ര തന്നെ. പെട്ടെന്ന് അവൻ്റെ മുഖത്തുള്ള ഭാവം മാറി. അതെന്താടി, നിനക്ക് ആ ഹർഷനെയാണോ ഇഷ്ടം? അവൻ അവളെ രൂക്ഷമായി നോക്കിയിട്ട് ചോദിച്ചു. അത് കേട്ടതും അവൾക്ക് ദേഷ്യം വന്നു. അവൾ അവൻ അതേ ഭാഗത്തോട് നോക്കി. പറയടി, നിനക്ക് അവനെയാണോ ഇഷ്ടമെന്ന്? ആ അതെ, എനിക്ക് ഹർഷേട്ടനെ തന്നെ ഇഷ്ടം. എൻ്റെ മനസ്സിൽ ഹർഷേട്ടൻ്റെ സ്ഥാനത്ത് മറ്റാരും വരില്ല. ഹർഷന്റെ പേര് കേട്ടതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഒരു സൈക്കോയെ പോലെ അവൻ ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട് തേജുവിന് പേടിയായി. നീ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ, നിനക്ക് എന്നെയല്ലേ ഇഷ്ടം? ഇന്നലെ ഞാൻ ഇത് പറയുമ്പോൾ നിന്റെ മുഖത്ത് ഞാനത് കണ്ടല്ലോ. ഷോ, ഇത് വലിയ ശല്യമായല്ലോ. എനിക്ക് ഹർഷേട്ടനെ തന്നെ ഇഷ്ടം. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോട്ടെ എന്ന് കരുതി അവൾ പറഞ്ഞു. പക്ഷെ അവൻ ഒഴിയാൻ തയ്യാറായില്ല. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നീ നോണ പറയല്ലേ? അവനൊരു പ്രാന്തനെ പോലെ പറയാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു അവൾ കണ്ടത് ഹർഷൻ പ്രാക്ടീസ് കഴിഞ്ഞ് പോകാൻ നിൽക്കുന്നത്. അവനെ കണ്ടതും മരുഭൂമിയിൽ മഴ പെയ്ത പോലെ അവൾക്ക് വല്ലാത്ത ആശ്വാസമായി. നിങ്ങൾ വിശ്വസിക്കില്ലല്ലേ? എന്നാ കണ്ടോ? അതും പറഞ്ഞ് അവൾ ഹർഷന്റെ അടുത്തേക്ക് പോയി. ഹർഷേട്ടാ. അവൻ അവളെയും തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഒന്നും മിണ്ടാതെ പോയി. കണ്ടൻ കാതറി സിനിമയിൽ തമന്ന ഭരതിനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്ന പോലെ ഹർഷേട്ടനെ പോയി കെട്ടിപ്പിടിക്കാൻ ഉദ്ദേശിച്ചാണ് അവൾ അവനെ വിളിച്ചത്. പക്ഷേ ആ പ്ലാനും പൊളിഞ്ഞ് പാപ്ര സൂട്ടായി.
അവൻ ഫോണിൽ നോക്കി നിരാശയോടെ നിൽക്കുന്ന തേജുവിന്റെ അടുത്തേക്ക് ശരവണൻ വന്നു. ഇതാണ് നിന്റെ പ്രേമം? അവൻ ആളത്ര ശരിയൊന്നുമല്ല. നീ എന്റെ കൂടെ വാ, ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാം. നീ വിളിച്ചുകൊണ്ട് കൂടെ വരാനേ താൻ ഉദ്ദേശിക്കുന്ന പോലത്തെ പെണ്ണല്ല ഞാൻ. അവൻ നിനക്ക് വല്ല കൈവശവും തന്നോ? എനിക്കില്ലാത്ത എന്താടി അവനുള്ളത്? എനിക്കൊരു അവസരം താ, അവനെക്കാളും ബെസ്റ്റാണ് ഞാനും തെളിയിച്ചു തരാം. അത് പറഞ്ഞു കഴിഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ അവന്റെ മൂക്കിൽ ഒരു തരിപ്പ് കയറുന്ന പോലെ തോന്നി. അടി വന്ന വഴി നോക്കിയപ്പോഴാണ് കണ്ടത് തേജുവിന്റെ അടുത്ത് കൈ കൊടിഞ്ഞു നിൽക്കുന്ന ഹർഷനെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.